അപ്പൊ ഇന്ന് ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഇന്ന് മൈക്രോ ടീച്ചിങ്ങിന്റെ ലാസ്റ്റ് സ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഞാൻ ബി.എഡ് ചെയ്യുന്നത് സാൻസ്ക്രിറ്റിലാണ്. അപ്പൊ ലാസ്റ്റ് സ്കില്ലിൽ നിന്ന് ദൃഷ്ടാന്താണ് എടുക്കുന്നത്. ദൃഷ്ടാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾസ് വെച്ചിട്ട് കാര്യം ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. അതാണ് ദൃഷ്ടാന്തം. അപ്പൊ ഞാനും റോസും എടുക്കുന്നത് അലങ്കാരമാണ്. അപ്പൊ അലങ്കാരത്തിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ അലങ്കാരം വെച്ചിട്ട് അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ ചാർട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് റോസിന്റെ ആണ്. അപ്പൊ അവൾക്ക് ഒന്ന് രണ്ട് പിക്ചേഴ്സും കൂടെ വരയ്ക്കാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് വരയ്ക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ വരച്ചു കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ടീച്ചിങ്. ഞാൻ അങ്ങനെ തന്നെ എടുത്തതാണ് ഈ ടീച്ചിങ്. പിന്നെ ഇന്ന് ഇത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ആയി. അപ്പൊ ഈ എക്സാമിന്റെ ഇടയ്ക്കാണ് ഈ മൈക്രോ ടീച്ചിങ്ങും സെമിനാറും അസൈൻമെന്റും ഒക്കെ വന്നിട്ട് ആകെ സ്ട്രെസ് ആയിട്ടുള്ളത്. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് പഠിക്കാലോ, ആ ഒരു സന്തോഷമാണ്. അപ്പൊ ഞാൻ അങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ എഴുതിയിട്ടുള്ള ചാർട്ട് ഇതാണ്. ഞാൻ എടുക്കുന്നത് ശ്ലേഷാലങ്കാരാണ്. ശ്ലേഷത്തിൽ തന്നെ ഫസ്റ്റത്തെ പ്രകൃത ശ്ലേഷാലങ്കാരാണ് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ഞാൻ എന്തായാലും അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഗൈസ് വന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട്. കാരണം പെട്ടെന്ന് പെട്ടെന്നാണ് എൻ്റെ ഇടയ്ക്ക് ഒന്ന് പനി പിടിച്ചൊക്കെ കിടന്നപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു എടുക്കുന്നത്. എനിക്ക് മാത്രം ബാക്കിലായി പോയി ഞാൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതാണ് കേട്ടോ ഞാൻ റോസിന് വരച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അവളൊരു ബോ പ്രാന്തത്തിയാണ്. അപ്പോൾ ഞാൻ അവളുടെ കയ്യിൽ 2 ബോ വരച്ചു കൊടുത്തു. പിന്നെ റോസ് ആയതുകൊണ്ട് ഞാൻ റോസ് കളർ കൊണ്ട് അതൊന്ന് സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും മൈക്രോ ടീച്ചിങ് ഒക്കെ കഴിഞ്ഞ് ഇനി എന്തായാലും എക്സാമിന് പഠിക്കട്ടെ. ബൈ.